Is the fine tuning of a gravitational constant and universal constant a valid argument for existence of God? No. ഫൈൻ ട്യൂണിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ 2-3 മുഴുനീള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നതാണ്. ഇന്നത്തെ ജീവിതത്തിനും ഇന്നത്തെ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസിനും സഹായകരമായ രീതിയിൽ യൂണിവേഴ്സൽ കോൺസ്റ്റന്റുകളോ അല്ലെ യൂണിവേഴ്സൽ നമ്പേഴ്സോ അല്ലെങ്കിൽ അളവുകളോ നിരക്കുകളോ ഒക്കെ വരാറുണ്ട്. അപ്പം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തന്നെ ഇവിടെ വളരെ യൂഷ്വലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് NTP, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്നെ കേൾക്കുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതൊക്കെ അറിയാം, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാം. ഐസ് ഏജസ് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഐസ് ഏജസിൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ അലാസ്കയുടെ കാര്യമൊക്കെ പറയുന്നത്, അലാസ്കയുടെ അപ്പുറവും ഇപ്പുറവും ബെറിംഗ് സ്ട്രേറ്റ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഐസ് മൂടിക്കിടക്കുക. ഇപ്പോഴും ചില വർഷത്തിന്റെ ചില ഭാഗങ്ങളിൽ അതിലൂടെ നടന്നു പോകുന്നവരുണ്ട്, പോയിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കും. ഇപ്പോഴും നടന്നു പോകുന്നവരുണ്ട് ആ ഒരു സ്ട്രേറ്റ് ചില പ്രത്യേക കാലയളവിൽ. സാഹസമാണ്, ഡേഞ്ചറസ് ആണ്. പക്ഷെ പണ്ട് ഈ ഐസ് ഏജിന്റെ കാലഘട്ടത്തിൽ കന്നുകാലികള്, ജീവികള്, മനുഷ്യരെല്ലാം ഈ അലാസ്ക, അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് പോയിട്ടുണ്ട്. അത് അപ്പുറം ഇപ്പുറമുള്ള ജീവജാലങ്ങളെയും ജന്തുജാലങ്ങളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അങ്ങനെ ഒരു മൈഗ്രേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ടെമ്പറേച്ചറിന്റെ വ്യത്യാസമാണ്. അപ്പം ഭൂമിയുടെ ടെമ്പറേച്ചർ ഒരുപാട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സമുദ്രങ്ങൾ അസാധ്യമാകും. സമുദ്രങ്ങൾ മുഴുവൻ ഒരു ഐസ് മൂടിക്കിടക്കുന്ന ഒരു ഭൂപ്രദേശം പോലെയായി ഭൂമി മൊത്തം മാറും. അപ്പം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെമ്പറേച്ചർ ഇതായിരുന്നില്ല എങ്കിൽ വേറൊരു ജീവി വർഗവും അല്ലെങ്കിൽ വേറൊരു ജൈവ വ്യവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് ചോദിക്കുന്നു, ഇങ്ങനെ ആരുണ്ടാക്കി എന്നുള്ള. ഇതൊരു പാറ്റേൺ സീക്കിംഗ് ആണ്. മൊത്തത്തിൽ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ മതാത്മകമായ ഒരു ലോകവീക്ഷണത്തിൽ നിന്ന് വരുന്നതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ്, ആരാണ് അങ്ങനെ ചെയ്തത്, എന്താണ് കൃത്യമായി അത് ചെയ്തത് എന്നൊക്കെ പറയുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു നമ്മൾ എല്ലാ കാര്യങ്ങളിലും അർത്ഥവും മോട്ടിവേഷനും ഒക്കെ കാണുന്ന ആളുകളാണ്. അപ്പൊ അത് നമ്മൾ ഇന്നാനിമേറ്റ് ഓബ്ജക്ട്സിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് ശരിക്കും വരുന്നത് പത്തറ്റിക് ഫാലസി, അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്ന 2 ന്യായവൈകല്യങ്ങളിൽ നിന്നാണ്. മറ്റൊന്ന് പാറ്റേൺ സീക്കിംഗ് ആണ്. 3 എടുക്കാം. ഇത് നമ്മുടെ മനുഷ്യ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന 3 ന്യായവൈകല്യങ്ങളാണ്. ഒന്ന് പതറ്റിക് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിചാരങ്ങൾ ഡെഡായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ, കുന്നിലും മലയ്ക്കും പ്രപഞ്ചത്തിനും സൂര്യനും ചന്ദ്രനും ഒക്കെ ആരോപിച്ചു കൊടുക്കുക. അപ്പൊ ജ്യോതിഷത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, സൂര്യൻ കോപാകുലനാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ദേഷ്യമുള്ളവനാണ്, കാരണം സൂര്യന്റെ ചൂട്. അപ്പൊ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടാവുക എന്ന് പറയില്ലേ. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യ വികാരങ്ങൾ ഇങ്ങനെയുള്ള ഗോളങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഒക്കെ കൽപ്പിച്ചു കൊടുക്കലാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനകത്ത് ഒരർത്ഥവുമില്ല. അങ്ങനെ നമ്മൾ അതിനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊന്നുള്ളത് അഫക്റ്റീവ് ഫാലസിയാണ്. നമ്മൾ ഇന്റൻഷൻ, എല്ലാത്തിനും ഒരു ഇന്റൻഷൻ ഉണ്ട്. അവന് അങ്ങനെ അന്ന് വരാതിരുന്നതിന് ഒരു കാരണമുണ്ട്, വന്നതിനൊരു കാരണമുണ്ട് എന്നൊക്കെ പറയുക, കാരണം തേടി പോവുക എന്നുള്ളത്. അത് പലപ്പോഴും ചില കാര്യങ്ങളിൽ സാധുവാണ്, മനുഷ്യന്റെ കാര്യങ്ങളിൽ സാധുവാണ്. പക്ഷെ ഒരിക്കലും അത് ഈ പ്രപഞ്ചം അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഗതികളിലേക്ക് ഈ ഇന്റൻഷൻ ആരോപിക്കുക, ഉദ്ദേശം, ലക്ഷ്യം ആരോപിക്കുക എന്ന് പറയുന്നത് തെറ്റായ ചിന്താരീതിയാണ്. ഈ തെറ്റായ ചിന്താരീതിയാണ് ചില സയന്റിസ്റ്റുകൾ പോലും പലപ്പോഴും വെച്ച് പുലർത്തുന്നത്. അപ്പോൾ പത്തറ്റിക് ഫാലസി, അഫക്റ്റീവ് ഫാലസി, പിന്നെ 3ാമത്താണ് ഞാൻ പറഞ്ഞ പാറ്റേൺ സീക്കിംഗ്. വളരെ സങ്കീർണമായിട്ടുള്ള, നമുക്ക് പിടികിട്ടാത്ത ഡേറ്റകൾ വരുമ്പോൾ അതിനെല്ലാം കൂടെ ഒരു ഫേബ്രിക്കിനകത്ത് കൊണ്ടുവന്ന് അതിലൊരു പാറ്റേൺ കണ്ടെത്തിയിട്ട് അത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ഒരു രീതി കാട്ടുമനുഷ്യൻ തൊട്ട് ഇങ്ങോട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്. വി വാണ്ട് ഗ്രൂപ്പ് ചെയ്യുക, ഒരു ഏജന്റ് സീക്ക് ചെയ്യുക, പാറ്റേൺ സീക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ഈ ഫൈൻ ട്യൂണിങ്ങിന്റെ അടിസ്ഥാനം. നമ്മൾ കരുതുന്നു ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂസ് ഒരു പ്രപഞ്ചത്തിന്റെ ഇപ്പോൾ ഫോഴ്സസ്, ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ എനർജി, സ്ട്രോങ് ന്യൂക്ലിയർ എനർജി, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ, ഇതിനെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ വന്നത്, അല്ലെ ഒരു വാല്യൂ വന്നത്, ഒരു നിരക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അല്ലാതെ ആകാമായിരുന്നല്ലോ എന്ന് ചോദിക്കാം. അപ്പം തിരിച്ചു ചോദിക്കാം, ഇങ്ങനെ ആയാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ ആയാൽ ഉടനെ നമ്മൾ എന്തിനാണ് മനുഷ്യരുടെ ഇന്റൻഷനും ഉദ്ദേശവും ഘടനയൊക്കെ നമ്മൾ അങ്ങോട്ട് ആരോപിക്കുന്നത്? അതാണ് നമ്മുടെ മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ അവന്റെ ബ്രെയിനിന്റെ ചില ഡിഫോൾട്ട് സെറ്റിങ്ങുകൾ കൊണ്ടാണ് ഈ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്ന സംഗതി പോലും വരുന്നത്. അല്ലാതെ എന്ത് ഫൈൻ ട്യൂണിങ്? ഒന്നുമില്ല.